ദശകം 33 അംബരീഷചരിതം. വൈവസ്വതാക്യമനുപുത്രനഭാഗജാത നാഭാഗനാഗം നാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീം ദയിതോഭിരേമേ ത്വൽസംഗിഷു ത്വൈജമഗ്നമനാസദൈവ. വൈവസ്വതാഖ്യമനു, വൈവസ്വതൻ എന്നു പേരായ മനു. അനവധി മനുക്കളുണ്ട്. അതില് വൈവസ്വതൻ എന്നു പേരായ മനു, മനുവിന്റെ പുത്രനായ നഭകൻ. വൈവസ്വതാഖ്യം അനുപുത്ര നഭാഗജാത നാഭാഗ നാമക നാഭാഗ നരേന്ദ്ര സുതോംബരീഷ. നഭകന്റെ പുത്രനാണ് നാഭാഗൻ. അങ്ങനെ ആ നാഭാഗൻ പേരായ നരേന്ദ്രന്റെ മകനാണ് അംബരീഷൻ. അംബരീഷന്റെ പേര് തന്നെ പ്രസിദ്ധമാണ്. ഏകാദശി വ്രതം എല്ലാം അനുഷ്ഠിച്ചിരുന്ന രാജാവാണ് അദ്ദേഹം, ചക്രവർത്തിയാണ് അദ്ദേഹം. സപ്താർണവാവൃതമഹീ. സപ്താർണവം എന്ന് പറഞ്ഞാൽ 7 സമുദ്രം, 7 ഭൂഖണ്ഡങ്ങളും 7 സമുദ്രവുമാണ് പറയുന്നത്. അതില് ആ 7 സമുദ്രം ഉൾപ്പെടുന്ന മഹി, ഭൂമിയെ, അതായത് ഭൂമിയെ മുഴുവൻ ഭരിച്ചിരുന്ന മഹി ദയിതോഭിരേമേ. ദയിത എന്ന് പറഞ്ഞാൽ ഭാര്യയും കുടുംബവുമായിട്ട്. ത്വൽ സംഗിഷു ത്വൈജമഗ്നമനാ സദൈവ. ഏതു സമയത്തും അങ്ങയിൽ ശക്തിയുള്ളവരിലും ഭഗവത് ഭക്തരിലും അങ്ങയിലും മുഴുകിയ മനസ്സോടു കൂടിയവനായിട്ട് രമിച്ചു പോന്നു. സുഖമായി കാലം നയിച്ചു, അതായത് കുടുംബജീവിതവും നയിച്ചു, രാജഭരണവും. അത് ഒരു ചെറിയ രാജ്യമൊന്നുമല്ല, ഭൂമി മൊത്തം ഭരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സാധിക്കും എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്. വൈവസ്വതാഖ്യം അനുപുത്ര നഭാഗജാത നാഭാഗ നാമക, അതായത് മുത്തശ്ശന്റെ പേര് തൊട്ട് പറയുന്നുണ്ട്. നഭകന്റെ മകനാണ് നാഭാഗൻ. നഭകന്റെ മകനായതുകൊണ്ടും നാഭാഗൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു കഥയും കൂടെ ഉണ്ട് അതിൽ ചെറുതായിട്ട്. ഭാഗവതത്തിൽ അത് വിശദമായി പറയുന്നുണ്ട്. നാഭാഗൻ എന്ന് പറഞ്ഞാൽ ഭാഗം കിട്ടാത്തവൻ. അച്ഛന്റെ കുടുംബസ്വത്ത്, അച്ഛന്റെ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ഈ നാഭാഗൻ സ്ഥലത്തില്ലായിരുന്നു, പഠിക്കാൻ പോയിരിക്കുന്നു, ചെറിയ കുട്ടിയായിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് വരാൻ സമയമായിട്ടും വന്നില്ല. അത് കണ്ടപ്പോൾ സഹോദരന്മാര് ഭാഗം വെച്ചു. അവര് നാഭാഗൻ വരുന്നില്ലായിരിക്കും, സന്യസിച്ച് പോയി കാണും എന്ന് വിചാരിച്ച് സ്വത്ത് മുഴുവൻ അവര് ഭാഗം വെച്ച് എടുത്തു. ഇനി മിച്ചമുള്ളത് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനെ ആര് നോക്കും, അല്ലെങ്കിൽ അച്ഛനെ ആർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ നാഭാഗൻ ചെല്ലണത്. അപ്പോൾ അവര് എളുപ്പം കണ്ടു. നാഭാഗൻ ചോദിച്ചു, എനിക്ക് ഏതാണ് ഭാഗം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് ഞങ്ങൾ അച്ഛനെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ്, അങ്ങനെ ഭാഗം കിട്ടാത്തവൻ എന്നുള്ള അർത്ഥത്തിലും നാഭാഗൻ എന്നുള്ള പേര് അന്വർത്ഥമാണ്. അങ്ങനെ നാഭാഗ നാമക നരേന്ദ്രസുതോ. അങ്ങനെ ആ നാഭാഗൻ പക്ഷേ നരേന്ദ്രനായി. അതെങ്ങനെയാണ്? ഭാഗമൊന്നും കിട്ടാതെ, ഒന്നുമില്ലാതെ, ശരിക്കു പറഞ്ഞാല് സ്വന്തമായിട്ടൊന്നുമില്ലാതെ ആയിത്തീർന്നതാണ് ഈ നാഭാഗൻ. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അച്ഛൻ പറഞ്ഞു, നിന്നെ നിന്റെ സഹോദരന്മാര് പറ്റിച്ചതാണ്. അപ്പൊ നാഭാഗൻ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛ, എനിക്ക് അച്ഛനെ കിട്ടിയല്ലോ, അത് സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ജീവിക്കണ്ടേ, നീ അതിന് വനത്തിൽ പോയിട്ട് ഇരുന്നോളൂ. അപ്പോൾ അവിടെ ബ്രാഹ്മണരെ യാഗത്തിന് വരും, അവർക്കൊരു മന്ത്രം മറന്നുപോകും. അപ്പോൾ നീ ഇപ്പൊ പഠിച്ചു വന്നല്ലേ ഉള്ളൂ, നിനക്ക് ആ മന്ത്രം അറിയാം, നീ അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവര് യാഗശേഷമുള്ള ദ്രവ്യങ്ങളെല്ലാം നിനക്ക് തരും. അങ്ങനെ നമുക്ക് സുഖമായി ജീവിക്കാം. യാഗത്തിന് ആവശ്യമായ സ്വർണ്ണപാത്രങ്ങളും അതുപോലെയുള്ള ദ്രവ്യങ്ങളൊക്കെ ഉണ്ട്, അത് നല്ല സമ്പത്തുണ്ടാക്കും. അങ്ങനെ അത് കൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ നാഭാഗൻ അങ്ങനെ ചെയ്തു. അവർക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തു. അവര് ഈ ദ്രവ്യങ്ങളൊക്കെ നീ എടുത്തോളൂ, നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ മന്ത്രം ഓർമ്മ വന്നത്, അതുകൊണ്ട് നിനക്ക് ഞങ്ങളിത് തരികയാണ് എന്ന് പറഞ്ഞ് അതെല്ലാം കൊടുത്തു. അങ്ങനെ അത് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. പരമശിവനായിരുന്നു. പരമശിവൻ പറഞ്ഞു, തൊട്ടുപോകരുത്, എന്നോട് ചോദിക്കാതെ ഇതൊന്നും എടുക്കരുത്, ഇതൊക്കെ എന്റെയാണ് എന്ന് പറഞ്ഞു. അപ്പോ നാഭാഗൻ പറഞ്ഞു, ഇതെങ്ങനെ എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ, എൻ്റെ അച്ഛനും പറഞ്ഞതാണല്ലോ,
എന്ന് പറഞ്ഞപ്പോ എന്നാ നിന്റെ അച്ഛനോട് പോയി ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് നാഭാഗൻ പോയി ചോദിക്കുകയും അച്ഛൻ പറഞ്ഞു അത് പരമശിവനാണ്, പരമശിവന്റെ ആണ് ഇവിടെ എല്ലാം, ഈശ്വരന്റെ ആണ് ഇവിടെ ഉള്ളതെല്ലാം, നമ്മുടേത് എന്റേത് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാനോട് നീ പോയി ക്ഷമ പറയണം എന്ന് പറഞ്ഞ് നാഭാഗൻ ചെന്ന് ഭഗവാനോട് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, എന്റേതല്ല, അങ്ങയുടേത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിക്കവേ ഭഗവാൻ ഈ ദ്രവ്യങ്ങളെല്ലാം ഏറെയും കുറേ അധികം ധനവും അനുഗ്രഹവും നൽകി ആശീർവദിച്ചു നാഭാഗനെ. അങ്ങനെയുള്ള നാഭാഗ നരേന്ദ്രനാണ്, നരേന്ദ്രന്റെ സുതനാണ് അംബരീഷൻ. അപ്പോ അംബരീഷനായപ്പോഴത്തേക്കും ഇപ്പൊ സഹോദരങ്ങൾ പറ്റിച്ച് ഒന്നും കൊടുക്കാതിരുന്ന ആ നാഭാഗൻ രാജാവായി തീർന്നു. ആ നാഭാഗന്റെ മകനോ ഭൂമി മുഴുവൻ ഭരിക്കുന്ന രാജാവായി തീർന്നു. അതാണ് ഭഗവാൻ വിചാരിച്ചാൽ, രക്ഷിക്കാൻ വിചാരിച്ചാൽ അവരെ ശിക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ഭഗവാൻ ശിക്ഷിക്കാൻ വിചാരിച്ചവരെ രക്ഷിക്കാനും ആർക്കും സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞ അംബരീഷന്റെ കഥയാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തൽപ്രീതയേ സകലമേവ വിധന്യദോസ്യ ഭക്തൈവ ദേവ നചിരാൽ അമൃതാ പ്രസാദം യേനാസ്യ യാജനമൃതേപ്യരക്ഷണാർത്ഥം ചക്രം ഭവാൻ ബ്രവിദധാര സഹസ്രധാരം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ, അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി ഭഗവാനെ എല്ലാം തന്നെ അവിടുത്തെ പ്രീതിക്കായി ചെയ്തു പോന്നിരുന്ന അദ്ദേഹത്തിന്റെ ഭക്തി ഒന്നിനാൽ തന്നെ, അല്ലയോ ദേവ, അവിടുന്ന് കാലതാമസം ഒട്ടും കൂടാതെ പ്രസന്നഭാവത്തെ കൈക്കൊണ്ടു. ആ അംബരീഷിനെ മനസ്സാ ഭഗവാൻ അനുഗ്രഹിച്ചു. അംബരീഷിന്റെ നാഭാഗന്റെ മകനാണല്ലോ. നാഭാഗൻ ഒരു നിഷ്കളങ്കനായ ശിവഭക്തനായിരുന്നു. അതുകൊണ്ടാണ് ശിവന്റെ അനുഗ്രഹം ലഭിച്ചത്. നാഭാഗന്റെ മകനായ അംബരീഷനോ വിഷ്ണു ഭക്തനാണ്. ഭഗവാന് അംബരീഷനിൽ പ്രീതിയുണ്ടായി. അതേ ഹേതുവാൽ, അതായത് ഭഗവാന് പ്രീതി ഉണ്ടായതിനാൽ ഇദ്ദേഹത്തിന്റെ ആവശ്യപ്പെടലില്ലാതെയും സർവവിധ രക്ഷണത്തിനും ഉതകുന്നതും 1000 മുനകളുള്ളതുമായ സുദർശനത്തെ അവിടുന്ന് അറിഞ്ഞ് രക്ഷയ്ക്കായി നൽകി. അതായത് ചക്രം ഭവാൻ പ്രവിതതാര, ഭഗവാന്റെ ചക്രം, സുദർശന ചക്രം നൽകി. സഹസ്രധാരം, 1000 സഹസ്രധാരം 1000 മുനകളുള്ള ചക്രമാണ് സുദർശന ചക്രം. അങ്ങയുടെ രക്ഷണത്തിനായിട്ട്, ഉപദ്രവം ഏതുമേൽക്കാതെ അംബരീഷനെ രക്ഷിക്കുന്നതിനായിക്കൊണ്ട് സുദർശനം അവിടെ എത്തിച്ചേർന്നു. അംബരീഷന്റെ രാജ്യത്ത്, കൊട്ടാരത്തിൽ ഒരു മന്ത്രിയുടെ രൂപത്തിൽ, ഒരു ബ്രാഹ്മണ രൂപത്തിലാണ് കൊട്ടാരത്തിൽ എത്തിച്ചേർന്നത്. നല്ല ബ്രാഹ്മണനാണെന്ന് കണ്ട് അദ്ദേഹം മന്ത്രിയാക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുമാക്കി മാറ്റി. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. സ്വാദ്വാദശി വൃതമധോ ഭവദർശനാർത്ഥം വർഷം ദദൗ മധുവനേ യമുനേ ഉപകാണ്ഡേ പത്ന്യാ സമം സുമനസാ മഹതീം വിധന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടികോടി. സ ദ്വാദശീ വ്രതമധോ ഭവദർശനാർത്ഥം, ഭഗവാനെ ഭജിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അംബരീഷിന് ഒരു ആഗ്രഹം തോന്നാറുണ്ട്. ഭഗവാനെ ദ്വാദശി വ്രതം കൊണ്ട് ഭജിക്കണം. അത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. ഒരു രാജാവിനെ സംബന്ധിച്ച് 1 വർഷത്തോളം രാജ്യത്തു നിന്നും ഭരണ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിലവില് ഒരു ബ്രാഹ്മണന് വന്നെത്തിയതോടെ നല്ലൊരു മന്ത്രി, ആ മന്ത്രിയെ മുഖ്യമന്ത്രിയാക്കി, പ്രധാനമന്ത്രിയാക്കി തീർത്തു. അപ്പോ നല്ലൊരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ രാജാവിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. പേപ്പറുകൾ കൊണ്ടുവന്നാൽ സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. വലിയ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല. അയാൾ വേണ്ട തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളുമെന്ന് രാജാവിന് ഉറപ്പുണ്ട്. ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചു, എന്നാൽ ഇങ്ങനെ ഒരു നല്ല മന്ത്രിയുള്ള അവസരത്തില് ഭഗവാനെ ഒന്ന് ഭജിച്ചാലോ. അതായത് തനിക്ക് കിട്ടിയ ഐശ്വര്യമെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പം അതിനൊരു നന്ദി പറയല് ആണ് നമ്മൾ ഈ വ്രതം ആചരിക്കലും ഭഗവാനെ ഭജിക്കലും എല്ലാം ശരിക്കും നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്കൊരു നന്ദി പറയലാണ്.
അപ്പൊ അത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അതിനു വേണ്ടി അദ്ദേഹം യമുനാ നദിയുടെ സമീപത്തുള്ള മധുവനത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് അനുയോജ്യമായ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് വേണ്ട തരത്തിൽ സഹകരിച്ച് പെരുമാറുന്ന ഭാര്യയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും കൂടെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ ദ്വാദശി വ്രതം അവിടെ ആചരിച്ചു. സ ദ്വാദശി വ്രതമധോ ഭവത് അർച്ചനാർത്ഥം, അങ്ങേ അർച്ചിക്കുന്നതിന് വേണ്ടി ചെയ്തു. അർച്ചനാർത്ഥം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി. വർഷം ദധൗ, 1 വർഷം മധുവനത്തില് കഴിഞ്ഞു. യമുനോപകണ്ഠേ, യമുനാ നദിയുടെ തീരത്ത്. പത്നിയാസമം, സമാനശീലയാണ്. അദ്ദേഹത്തിന്റെ അംബരീഷന്റെ മനസ്സിന് അനുഗുണയായ പത്നിയായിരുന്നു ഉണ്ടായിരുന്നത്. പത്നിയാസമം സുമനസാ മഹതീം വിതന്വൻ, സുമനസ നല്ല മനസ്സോടുകൂടിയ, മഹത് ചിന്തകളോടുകൂടിയ അദ്ദേഹം പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ടി കോടിയും, അങ്ങനെ ബ്രാഹ്മണരെയൊക്കെ പൂജിച്ച് അവർക്ക് പശുദാനമൊക്കെ ചെയ്ത് ആ വ്രതം സമാപിക്കുന്ന അവസരം, വ്രത അവസാനിപ്പിക്കുന്ന കാലം ആയിത്തീർന്നു. അപ്പോഴെന്ത് സംഭവിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും മൃതച്ച സ നൃപേണ വരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിദാസ്യൻ. അങ്ങനെ പാരണ സമയത്ത്, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ പാരണദിനേ, പാരണ ദിവസത്തിൽ, പാരണ ചെയ്യേണ്ട, അതായത് വ്രതം സമാപിക്കുന്ന സമയത്ത്, ദിവസം അവിടെ എത്തിച്ചേർന്നു. ഭവത് അർച്ചനാന്തേ, അങ്ങേ അർച്ചിച്ച് തീരുന്ന ദിവസം. ദുർവാസസാസ്യ മുനിന, ദുർവാസാവ് മഹർഷി അവിടെ എത്തിച്ചേർന്നു. ഭവനം പ്രപേദേ, ഭവനത്തിൽ, അങ്ങയുടെ ഭവനം എന്നുദ്ദേശിക്കുന്നത് ആ വ്രതം ആചരിക്കുന്ന സ്ഥലം. മധുവനത്തില് അദ്ദേഹം വ്രതം ആചരിക്കാനായിട്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ ആ ഭവനത്തിൽ എത്തിച്ചേർന്നു. ഭോക്തും വ്രതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ. ഭക്ഷണം കഴിക്കാനായിട്ട്, പാരണ ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു ഇദ്ദേഹം, രാജാവ്. ആ സമയത്ത് ദുർവാസാവ് മഹർഷി വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് അതിഥി സൽക്കാരം കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പക്ഷേ പാരണയ്ക്ക് ഒരു കൃത്യസമയമുണ്ട്. ആ നിശ്ചിത സമയത്തിനുള്ളിൽ പാരണ ചെയ്താൽ, വ്രതാന്ത ഭോജനം, അത് ഒരു കൃത്യസമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ചെയ്യണം, എന്നാലേ ആ വ്രതത്തിന് ഒരു പൂർണ്ണ പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ സമയം ആകാറായിട്ടുണ്ട്. ആ സമയത്ത് ദുർവാസാവിന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാനും പറ്റില്ല. ഇങ്ങനെ വന്നതുകൊണ്ട് രാജാവ് ദുർവാസാവ് മഹർഷിയോട് അപേക്ഷിച്ചു, അങ്ങ് കൈകാൽ മുഖം കഴുകി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് സമയത്ത് തന്നെ പാരണ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് അങ്ങ് ഒന്ന് കൈകാൽ മുഖം കഴുകി വന്ന് ഭക്ഷണം കഴിക്കാമോ എന്ന് മഹർഷിയോട് അപേക്ഷിച്ചു. ഭോക്തും വ്രതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ. ദുർവാസാവ് മഹർഷിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം, എന്നോട് ആരും അങ്ങനെ ആജ്ഞാപിക്കാറില്ല, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാറില്ല. എനിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്യും, അതുപോലെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് ദൂരെ യാത്ര കഴിഞ്ഞു വരികയാണ്, കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മന്ദം ജഗാമ, അതുകൊണ്ട് പതുക്കെ നടന്നു. ജഗാമ, യാത്ര ചെയ്തു യമുനയിലേക്ക്. മന്ദം, പതുക്കെ. നിയമാൻവിധാസ്യൻ, കുളി തുടങ്ങിയ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് പതുക്കെ പോയി. ഇവിടെ സമയം കഴിയാറായിരിക്കുകയാണ്. രാജാവ് ആകെ വിഷമിച്ചിരിക്കുന്ന ഘട്ടമാണ്. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അതിന്റെ ബാക്കി എന്താണെന്ന് അറിയാം. രാജ്ഞാധപാരണ മുഹൂർത്ത സമാപ്തി ഖേദാൽ വാരൈവ പാരണമകാരി ഭവൽപരേണ പ്രാപ്തോ മുനിസ്തദ ദിവ്യദൃശാവൃജാനൻ ക്ഷിപ്യൻ കൃതോ ധൃതജഡോ വിദധാന കൃത്യാം.
മഹർഷി മടങ്ങി വരുവാൻ വൈകിയപ്പോൾ രാജാവ് പാരണ ചെയ്യാനുള്ള സമയം കഴിഞ്ഞുപോയാലോ എന്ന് സങ്കടപ്പെട്ടു. അപ്പോൾ അവിടെ കൂടിയിരുന്ന മഹർഷിമാരോടും പണ്ഡിതന്മാരോടുമായിട്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മഹർഷി വരാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുപോലെ പാരണ സമയം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ അത് ആ വ്രതത്തിന്റെ ഒരു പൂർണ്ണത ഉണ്ടാവുകയില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക എന്നവരോട് ഉപദേശം തേടി. അങ്ങയിൽ തന്നെ തൽപരനായിട്ട് കേവലം ജലം കൊണ്ട് പാരണ നിർവഹിച്ചു. ഇവരുടെ നിർദ്ദേശപ്രകാരം പാരണ ജലം കുടിച്ച് മാത്രം കഴിച്ച് പാരണ ചെയ്യാം. അങ്ങനെ ഒരു വിധിയുണ്ട്. ജലം കഴിച്ചാല് പാരണ ചെയ്തോ എന്ന് ചോദിച്ചാൽ പാരണ ചെയ്തു, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ടുമില്ല. ഭക്ഷണം അതിഥിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നതിനൊരു കുഴപ്പവും വരികയില്ല. അതേസമയം പാരണ സമയത്ത് ചെയ്തു എന്നുള്ള ഒരു പൂർണ്ണതയും കിട്ടും എന്നതുകൊണ്ട് അങ്ങ് ജലം മാത്രം കുടിച്ച് പാരണ നിർവഹിച്ചു. ജലം കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ മഹർഷി തിരിച്ചെത്തി. മഹർഷി നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണ ശേഷമാണ് വെള്ളം കുടിക്കുക സാധാരണ. അപ്പോ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷമാണ് രാജാവ് വെള്ളം കുടിക്കുന്നത് എന്ന് വിചാരിച്ച് മഹർഷിക്ക് കോപം വന്നു. രാജാവ് കഴിച്ചതിന്റെ ബാക്കി കൊടുക്കാനിരിക്കുകയാണ്, എച്ചില് തീറ്റിക്കാനാണോ നീ എന്നെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്തു ചെയ്തു മഹർഷി? പ്രാപ്തോ മുനിസ്തദധ ദിവ്യദൃശാവിജാനൻ. ദിവ്യദൃഷ്ടി കൊണ്ടാണ് അറിഞ്ഞത്. രാജാവ് ജലപാനം ചെയ്ത് പാരണ ചെയ്തു എന്ന് ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ മഹർഷി ക്ഷിപ്യൻ ക്രുധോധൃതജടോ, ജട പറിച്ച് 2-3 തലമുടി പറിച്ച് ജടയിൽ നിന്ന് പറിച്ചെടുത്ത് നിലത്തടിച്ചു. അപ്പോഴെന്തുണ്ടായി? ഒരു കൃത്യമുണ്ടായി, കറുത്ത നിറത്തിലുള്ള ഒരു സത്വം ഉണ്ടായി. അത് എന്ത് ചെയ്തു എന്നാണ്, അതിനുശേഷം എന്ത് നടന്നു എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. കൃത്യാം ജതാമസിധരാം ഭുവനം ദഗന്തി അഗ്രേഭിവീക്ഷ്യ നിപതിർന്ന പദാചകം വേ തൽഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ചലഭയൻ മുനിവന്യതാവീ. കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തീം. ഭുവനം ലോകം മുഴുവനും ദഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കൃത്യയായിരുന്നു അത്. അവളെ അഗ്രേ അഭിവീക്ഷ്യ, അഗ്രേ എന്ന് പറഞ്ഞ മുമ്പില് അവളെ കണ്ടിട്ട്, ആ കൃത്യയെ കണ്ടിട്ട് നൃപതിർന്ന പദാച്ച കമ്പേ, നൃപതി രാജാവ് നിന്നിരുന്നിടത്ത് നിന്ന് പദാച്ച കമ്പേ, നിന്നിരുന്നിടത്ത് നിന്ന് ഒരടി പോലും പുറകോട്ട് വെച്ചില്ല. ഇത് മുമ്പോട്ട് നേരെ വരുന്നത് കണ്ടിട്ട് നമ്മളാണെങ്കിൽ പേടിച്ചു പുറകോട്ട് ഓടും. ഇവിടെ യാതൊരു സംഭവിക്കേണ്ടത് എന്തായാലും ഭഗവാന്റെ നിശ്ചയം എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. 1 കൊല്ലക്കാലം ഞാൻ ഭഗവാനെ ഉപാസിക്കുകയായിരുന്നു. അതിന്റെ ഫലം ഇങ്ങനെയൊരു അന്ത്യമാണ് തനിക്കെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛ. അതിന് തനിക്ക് യാതൊരു ഭയവുമില്ല, ഒരു മടിയുമില്ല, അത് നേരിടുന്നതിൽ ഒരു മടിയുമില്ല എന്നുള്ള മനസ്സുറപ്പോടെ രാജാവ് അചഞ്ചലനായിട്ട്, കമ്പമില്ലാത്തവൻ, കമ്പം എന്ന് പറഞ്ഞ ഇളക്കമില്ലാത്തവനായിട്ട് ഉറച്ചവിടെ നിന്നു. ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് തൊഴുത് നിന്നു. ത്വദ്ഭക്തബാധം അഭിവീക്ഷ്യ, അങ്ങയുടെ ഭക്തനെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ട്, അഭിവീക്ഷ്യ സുദർശനം തേ, അങ്ങയുടെ സുദർശനം, ഭഗവാന്റെ സുദർശനത്തിനെ നേരത്തെ അംബരീഷിന് കൊടുത്തിരുന്നു. ആ സുദർശനം എന്തു ചെയ്തു? കൃത്യാനലം ശലഭയൻ മുനിമന്വതാവി, ആ കൃത്യയെ ശലഭത്തെ പോലെ, ഈയാമ്പാറ്റ അഗ്നിയെ ദഹിപ്പിക്കുന്നത് പോലെ ദഹിപ്പിച്ചു കളഞ്ഞു ആ കൃത്യയെ. സുദർശനത്തിന്റെ ജ്വാല ആ കൃത്യയെ ദഹിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടോ ഈ കൃത്യയെ അയച്ചതാരാണെന്നൊന്ന് നോക്കി.
നോക്കിയപ്പോ ഈ മഹർഷിയാണ് അയച്ചിരിക്കുന്നത്, ദുർവാസാവ് മഹർഷി. അപ്പോ മഹർഷിയുടെ നേരെ സുദർശനം ചെന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി മഹർഷി അതിനു ശേഷം എന്ത് ചെയ്തു എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. താവന്നശേഷഭുവനേഷു വിയാസ പശ്യൻ വിശ്വത്ര ചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതിലംഘയതീത്യവാസ്ത സർവം യയൗ സച ഭവന്തമവന്തതൈവ. ധാവൻ മഹർഷി അംബരീഷൻ പറഞ്ഞതുപോലെ, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അംബരീഷൻ രാജാവാണ്. ലൗകിക സുഖഭോഗങ്ങളുടെ നടുവില് രാജാവായിട്ട് ജീവിക്കുന്നയാളാണ്. മഹർഷി ഒരു സുഖഭോഗങ്ങളും ഇല്ലാതെ തികച്ചും സന്യാസിയായിട്ട് കഴിയുന്നയാളാണ്. അപ്പോൾ മനസ്സിന് ചാഞ്ചല്യം ഇല്ലാതിരിക്കേണ്ടത് ശരിക്കും മഹർഷിക്കാണ്. പക്ഷെ ഇവിടെ അംബരീഷന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. മഹർഷി അതേപോലെ വിചാരിച്ചില്ല, എൻ്റെ തപസ്സിന് ശക്തി ഉണ്ടെങ്കിൽ, അല്ലെ ഭഗവാന്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പോടെ അവിടെ ഉറച്ചു നിൽക്കാൻ സുദർശനം വരുന്ന സമയത്ത് മഹർഷിക്ക് സാധിച്ചില്ല. മഹർഷി എന്താണ് ചെയ്തത്? ഒരൊറ്റ തിരിഞ്ഞൊരോട്ടമാണ് ഓടിയത്. ധാവൻ എന്ന് പറഞ്ഞാൽ ഓടുന്നവനായി തീർന്നു. ധാവൻ അശേഷ ഭുവനേഷു, ലോകം മുഴുവനും ഓടി. ഭിയാസപശ്യൻ, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചക്രം പുറകെയുണ്ട്. വിശ്വത്ര ചക്രമഭിതേ, എല്ലായിടത്തും ചക്രം പുറകെ അങ്ങനെ ചെല്ലുകയാണ്. ഗതവാൻ വിരിഞ്ചം, നിവൃത്തിയില്ലാതെ വിരിഞ്ചൻ ബ്രഹ്മാവ്. വിരിഞ്ചം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവെ രക്ഷിക്കണമേ, എൻ്റെ പുറകെ ഈ ചക്രം വരണുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ ദുർവാസാവ് ബ്രഹ്മാവിന്റെ അടുത്തെത്തി. കക്കാലചക്രമതിലംഘ്യയതീത്യപാസ്ത സർവം യയൗ സച ഭവന്തമവന്തദൈവ. ബ്രഹ്മാവ് പറഞ്ഞു, അതൊന്നും എനിക്ക്, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, അതൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ചക്രം ആരുടെയാണ്? മഹാവിഷ്ണുവിന്റെയാണ്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോകാതെ നേരെ, ദുർവാസാവ് ശിവന്റെ അംശമാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? ശിവന്റെ അടുത്ത് പോയി നോക്കാന്ന് ഓർത്ത് സർവം യയൗ, ശിവന്റെ അടുത്തേക്ക് പോയി. സച ഭവന്തമവന്തദൈവ. അയ്യോ മഹർഷേ, ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലാട്ടോ, ഈ ചക്രം മഹാവിഷ്ണുവിന്റെയാണ്, അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പൊക്കോളൂ, പാലാഴിയിലേക്ക് പൊക്കോളൂ, എനിക്കിതിലൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാനൊക്കെ ബ്രഹ്മാവും ശിവനും ഒക്കെ മഹാവിഷ്ണുവിന്റെ കീഴിൽ ഉള്ള ആൾക്കാരാണ്. മഹാവിഷ്ണു ആണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, ഞങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനുള്ള കഴിവില്ല, നേരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ദുർവാസാവ് പാലാഴിയിലെത്തുന്ന ആണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം റോജേ ഭവാൻ അഹമൃഷേനനുഭക്തദാസ ജ്ഞാനം തപച്ച വിനയാന്വിതമേവ മാന്യം ജ്ഞാനം തപച്ച വിനയാന്വിതമേവ മാന്യം യാഹി അംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഭൂയോ ഭവൻ നിലയമേത്യ. അപ്പൊ ബ്രഹ്മാവിനും ശിവനും ഒന്നും സാധിക്കില്ല എന്ന് വന്ന അവസരത്തില് അച്യുതാനന്ദ സദീപ്സിത പ്രഭോ എന്ന് പറഞ്ഞ അച്യുതാനന്ദ ഗോവിന്ദ എന്ന് ജപിച്ച് പാലാഴിയിലേക്ക് ചെന്നു. അപ്പോ മഹാവിഷ്ണു ചോദിച്ചു, അങ്ങെന്താണ് ഇതിലെ ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഇങ്ങോട്ടൊന്നും വരാറില്ലാത്ത ആളാണല്ലോ എന്ന് ചോദിച്ചപ്പോ, അങ്ങയുടെ ചക്രം എൻ്റെ പുറകെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങയുടെ ചക്രം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ അത് എൻ്റെ അല്ലാട്ടോ, ഞാനത് അംബരീഷന് കൊടുത്തു, ഇപ്പൊ അത് അംബരീഷന്റെയായി, എൻ്റെ ചക്രമല്ല. അതുകൊണ്ട് അല്ല, മാത്രല്ല ഈ ചക്രം ഇങ്ങനെ വെറുതെ ഒരാളുടെ പുറകെ പോവില്ലല്ലോ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ, ഞാൻ അവിടെ അംബരീഷന്റെ അടുത്ത് പോയിരുന്നു. അംബരീഷന്റെ അടുത്ത് പോയിട്ടോ ഞാനവിടെ പാര വെച്ചു പോന്നു എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനം തപശ്ച, അങ്ങ് എന്തുമാത്രം തപസ് ചെയ്ത് തപസ്സിന്റെ ബലമൊക്കെ ഉള്ളയാളല്ലേ, അതുപോലെ അറിവും ജ്ഞാനം അങ്ങയെ പോലെ ആർക്കുണ്ട്. പക്ഷെ എന്താണ് കാര്യം? ജ്ഞാനവും തപസ്സും ഒക്കെ ഉണ്ടെങ്കിലും അത് വിനയാന്വിതമായിരിക്കണം. അറിവ് കൂടുന്നതനുസരിച്ച് നമ്മൾ
കൂടുതൽ വിനയമുള്ളവനായി തീരണം. കാരണം അറിവിനേക്കാളും കൂടുതലാണ് എപ്പോഴും അറിവില്ലായ്മ. അജ്ഞാനത്തിന്റെ വൃത്തമാണ് എപ്പോഴും കൂടുതലുള്ളത്. നമ്മൾ എത്ര അറിയുന്നോ അതിൽ കൂടുതലാണ് എപ്പോഴും അറിവില്ലായ്മയുള്ളത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി അറിവ് കൂടുന്നതനുസരിച്ച് നമുക്ക് വിനയം കൂടുകയാണ് വേണ്ടത്. അല്ലാതെ അഹങ്കാരം ഉണ്ടാവുകയല്ല വേണ്ടത്. അതുകൊണ്ട് ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം, അതാണ് മാനിക്കപ്പെടുക. വിനയാന്വിതമായ ജ്ഞാനവും തപസ്സുമാണ് എല്ലായിടത്തും ശോഭിക്കുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മളെ അധപ്പതനത്തിലേക്ക് നയിക്കും എന്ന് ഭഗവാൻ ഒരു ഉപദേശവും കൊടുത്തിട്ട്, അങ്ങ് വേഗം ഒരു കാര്യം ചെയ്തോളൂ, രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അംബരീഷിന്റെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ. യാഹി അംബരീഷ പദമേവ ഭജേതി ഭൂമൻ, അംബരീഷിന്റെ അടുത്തേക്ക് തന്നെ ചെന്ന് അദ്ദേഹത്തിന്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ചോളൂ. അദ്ദേഹം അനുഗ്രഹിക്കും, സംശയമൊന്നുമില്ല. എൻ്റെ ഭക്തനാണേ, ഒരു കോപവുമില്ലാതെ അദ്ദേഹം താങ്കളെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ ഈ സുദർശനത്തിന്റെ ആക്രമണത്തിൽ നിന്ന് അങ്ങയെ രക്ഷിക്കും എന്ന് അങ്ങ് ഉപദേശിച്ച് അയക്കുകയല്ലേ ഉണ്ടായത് എന്ന് ഭഗവാനോട് മേൽപ്പത്തൂർ ചോദിക്കുകയാണ്. ഈ അടുത്ത ശ്ലോകത്തില് മുനി എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. താവൽതാസമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസൗ അനൗഷീത് ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ തൽഭക്തിമാഗസി ഹൃദേവി കൃപാം ച സംസൻ. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ, അങ്ങനെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം മഹർഷി ദുർവാസാവ് അംബരീഷിന്റെ അടുത്തേക്ക് തന്നെ ചെന്നു. അംബരീഷിന്റെ പാദത്തില് ഗൃഹീതപാദോ, പാദത്തിൽ വീഴാൻ തുടങ്ങിയപ്പോൾ അംബരീഷൻ പാദത്തിൽ വീഴാൻ അനുവദിച്ചില്ല. രാജാപസൃത്യ ഭവദസ്ത്രം അസാവനൗഷീത്, സുദർശനത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ തപസ്സും സൽക്കർമ്മങ്ങളും എല്ലാം ഇദ്ദേഹത്തെ രക്ഷിക്കാനായിക്കൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ അവസരത്തിൽ ചക്രം ശാന്തമായിട്ടത് അപ്രത്യക്ഷമായി. ചക്രേ ഗതേ, അങ്ങനെ സുദർശനം അപ്രത്യക്ഷമായപ്പോൾ മുനിരദാദ അഖില ആശിഷോസ്മയി, അങ്ങയിലുള്ള ഭക്തിയെയും കുറ്റം ചെയ്തിരിക്കെ പോലും, ഇപ്പൊ ശരിക്കു പറഞ്ഞാല് അംബരീഷിന് ദേഷ്യമാണ് ദുർവാസാവിനോട് തോന്നേണ്ടത്. ഒരു കൊല്ലക്കാലമായിട്ട് ദുർവാസാവ് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. കൃത്യയെ സൃഷ്ടിച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചയാളാണ്. അങ്ങനെയുള്ള ആ ദുർവാസാവിനോട് ഒരല്പം ദേഷ്യം പോലും അംബരീഷിന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് അംബരീഷൻ ഭക്ഷണം കഴിച്ചത്. അങ്ങനെയുള്ള ആ അംബരീഷിനെ എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചാണ് ആ ദുർവാസാവ് അവിടുന്ന് മടങ്ങിയത്. അത് മാത്രമല്ല, ദുർവാസാവ് പിന്നെ എവിടെ പോയാലും പറയും, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടോ, ഒരു വിഷ്ണു ഭക്തനെ ഞാന് പാരവയ്ക്കാൻ പോയി, എന്നിട്ടോ ഞാൻ പെട്ടു. ഞാന് അദ്ദേഹത്തിന്റെ ചക്രം കൊണ്ട് എല്ലായിടത്തും ഓടി നടന്ന് വിഷമിച്ച് അവസാനം അവിടെ തന്നെ ചെന്ന് രക്ഷപ്പെട്ടു. എന്നാലോ ആ ഭക്തന് ഒരു തരി ദേഷ്യം പോലും എന്നോടുണ്ടായില്ല എന്ന് മാത്രമല്ല, എന്നെ രക്ഷിക്കുകയും വേണ്ട തരത്തിൽ സ്വീകരിക്കുകയും ഭക്ഷണമൊക്കെ തന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. 1 വർഷം മുഴുവനും വ്രതമായിരുന്നു. അതിനുശേഷം പാരണയായിട്ട് ഒരല്പം ജലം മാത്രം ഭക്ഷിച്ച് നിൽക്കുകയാണ് രാജാവ്. ആ നിപ്പിൽ തൊഴുത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗുരുവിന് യാതൊരു കുഴപ്പവും വരരുതേ, എൻ്റെ ഈ ദ്വാദശി വ്രതം കൊണ്ട് ആ മഹർഷിക്ക് ഒരു ദോഷവും വരരുതേ. അല്ല എന്ന് മാത്രമല്ല, എന്തായാലും എൻ്റെ അടുത്തേക്ക് വന്ന ആ മഹർഷി വിഷമിക്കാൻ ഇടയാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു അംബരീഷൻ. മുനിയുടെ തിരിച്ചു വരവും കാത്ത് നിൽക്കുകയായിരുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിഷ്ണു ഭക്തന്മാരുടെ മഹിമയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ശരിക്കും ദുർവാസാവ് മഹർഷി ഇതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒരു നാടകം അഭിനയിച്ചതാണ്. ശരിക്കും വിഷ്ണു ഭക്തന്മാരുടെ മഹിമ വെളിവാക്കാൻ ഒരു നാടകം അഭിനയിച്ചതാണ് ശരിക്കും ദുർവാസാവ് മഹർഷി
എന്നാണ് ആചാര്യന്മാര് പറയുക. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. രാജാ പ്രതീക്ഷ്യ മുനിമേഘസമാം മനാശ്വാൻ സംഭോജ്യ സാധുതം ഋഷിം പ്രസൃജൻ പ്രസന്നം ഉക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം ത്രതോഭൂൽ സായുജ്യമാപജ സമാം ഭവനേശവായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാജാ പ്രതീക്ഷ്യ, രാജാവ് മഹർഷിയെ കാത്തിരുന്ന് ഒരു കൊല്ലം മുഴുവനും ഒന്നും നശിക്കാതെ കഴിച്ചുകൂട്ടി. ആ മഹർഷിയെ യഥാവിധി ഊട്ടുകയും പ്രസന്നനായി തീർന്ന അദ്ദേഹത്തെ യാത്രയയക്കുകയും ചെയ്തു. എന്നിട്ട് അംബരീഷനും ഭക്ഷണം കഴിച്ചു. അങ്ങനെ അംബരീഷൻ അങ്ങയിൽ പൂർവാധികം ഭക്തിയുള്ളവനായിട്ട് ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പ, അവിടുന്ന് ഈ ഉള്ളവനെ രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.